PPP മോഡലിൽ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കരുതെന്ന് LDF യോഗം ആവശ്യപ്പെട്ടു. LDF സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ തുടർച്ചയായി തുറമുഖം നിർമ്മിക്കണം. ദില്ലിയിൽ അദാനിയുമായി മുഖ്യമന്ത്രി നടത്തിയ രഹസ്യ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം. ബാർക്കോഴ കേസ് അട്ടിമറിക്കാനാണ് AGയുടെ നിയമോപദേശം തേടുന്നതെന്നും LDF യോഗം കുറ്റപ്പെടുത്തി. അരുവിക്കര മണ്ഡലം കൺവെൻഷൻ ജൂൺ 3-ന് നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ അധ്യക്ഷതയിലാണ് LDF സംസ്ഥാന സമിതി യോഗം ചേർന്നത്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ലാൻഡ് ലോഡ് മോഡലിൽ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുവാനായിരുന്നു LDF സർക്കാർ തീരുമാനിച്ചത്. ഇത് UDF അട്ടിമറിച്ചു. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുവാനായിരുന്നു UDF തീരുമാനം. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിർമ്മാണം 4 തവണ പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണെന്നും LDF കൺവീനർ ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിൽ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കുന്ന വ്യവസ്ഥകൾ മാറ്റണമെന്നാണ് LDFന്റെ അഭിപ്രായം. PPP ആയി പദ്ധതി കൊണ്ടുപോകേണ്ടതില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ചയിൽ കൊണ്ടുപോവുകയാണ് വേണ്ടത്. 2015 മാർച്ച് 3-ന് ദില്ലിയിൽ അദാനിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന് വൈക്കം വിശ്വൻ ആവശ്യപ്പെട്ടു. 2015 മാർച്ച് 3-ാം തീയതി ഡൽഹിയിലെ ഒരു MPയുടെ വസതിയിൽ അദാനിയുമായി രഹസ്യ ചർച്ച നടത്തിയെന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ഈ രഹസ്യ ഓപ്പറേഷൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളിൽ നിന്ന് മറച്ചുവെക്കുകയും ചെയ്തു. എന്ത് ധാരണയാണ് ആ യോഗത്തിൽ ഉണ്ടാക്കിയത്? സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് ചതിയിലൂടെ കൊള്ളയടിക്കാനുള്ള എന്തൊരുക്കങ്ങളാണ് അവിടെ ഉണ്ടായത്? ഇതെല്ലാം നിഗൂഢമാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിക്കണം. ബാർക്കോഴ കേസ് അട്ടിമറിക്കുവാനാണ് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടുന്നത്. K. ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണം. അരുവിക്കര മണ്ഡലം കൺവെൻഷൻ ജൂൺ 3-ന് നടത്തുവാനും LDF യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അരുവിക്കരയിൽ O. രാജഗോപാൽ BJP സ്ഥാനാർത്ഥി. പാർട്ടി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലാണ് O. രാജഗോപാലിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. നാളെ ചേരുന്ന കേന്ദ്ര പാർലമെന്ററി ബോർഡ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലുയർന്ന അഭിപ്രായമാണ് O. രാജഗോപാലിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ അരുവിക്കരയിൽ ശക്തി തെളിയിക്കേണ്ടത് ആവശ്യമാണ്. നിലവിൽ അരുവിക്കര മണ്ഡലത്തിൽ 20,000-ലേറെ അംഗങ്ങളാണ് BJPക്കുള്ളത്. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഇത്രത്തോളം വോട്ടുകൾ നേടാനാകുമെന്നും കോർ കമ്മിറ്റി യോഗത്തിൽ അഭിപ്രായമുണ്ടായി. തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചയാളെന്ന വിലയിരുത്തലിലാണ് O. രാജഗോപാലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നും കേന്ദ്ര പാർലമെന്ററി ബോർഡ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ പറഞ്ഞു. 2 മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കണം എന്നുള്ള തീരുമാനം, അങ്ങനെ ഒരു അഭിപ്രായമാണ് കോർ ഗ്രൂപ്പിൽ രൂപപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ O. രാജഗോപാൽജിയുടെ പേര് സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന്റെ മുൻപാകെ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രതികരിക്കാൻ O. രാജഗോപാൽ തയ്യാറായില്ല. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഒഫീഷ്യലായിട്ട് സജഷൻസ് വന്നു, അത് കൺസിഡറേഷനിൽ. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജഗോപാലിലൂടെ BJPക്ക് അപ്രതീക്ഷിത മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത്. ഇടത് വലതു മുന്നണികൾക്കെതിരെ അരുവിക്കരയിലും ഈ മുന്നേറ്റം ആവർത്തിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. എന്തായാലും O. രാജഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് അരുവിക്കരയിൽ കളമൊരുങ്ങുന്നത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കേരളം എങ്ങോട്ടെന്ന് അരുവിക്കര നിശ്ചയിക്കുമെന്ന് M. വിജയകുമാർ. നിലവിലെ രാഷ്ട്രീയം LDFന് അനുകൂലമെന്നും കേരളത്തിൽ അഴിമതി ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകണമെന്നും M. വിജയകുമാർ പറഞ്ഞു. കേരളം എങ്ങോട്ട് എന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കാൻ പോകുന്നത്. ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. LDF ആണെങ്കിലും UDF ആണെങ്കിലും കേരളത്തിൽ ഒരു മാറ്റമുണ്ടായേ മതിയാവും. ഇവിടെ അഴിമതി അല്ലാതെ മറ്റൊന്നുമില്ല. ഇതിന് മാറ്റമുണ്ടാകണം. അഴിമതി ഭരണം അതിൻ്റെ പാരമ്യതയിലെത്തി. ഇത് വച്ചുപൊറിപ്പിക്കാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണം. എവിടെയെങ്കിലും അവസാനിക്കണ്ടേ? അവസാനിച്ചേ മതിയാവും. അതിനുള്ള ഒരു സുവർണാവസരം എന്ന് തന്നെ പറയാം കൈവന്നിരിക്കുകയാണ്. സഹതാപമാണ് രാഷ്ട്രീയമെന്നത് UDFന്റെ മിഥ്യാധാരണയെന്ന് LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ. ഇത് രാഷ്ട്രീയ പാപ്പരത്വം കൂടിയാണെന്നും M. വിജയകുമാർ പറഞ്ഞു. പീപ്പിൾ TVയുടെ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തിളച്ചുമറിയുന്ന പ്രചാരണ ചൂടിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി M. വിജയകുമാർ പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിയിൽ അല്പനേരം പങ്കുവയ്ക്കാനെത്തിയത്. തന്റേത് ചരിത്രപരമായ ദൗത്യമാണെന്ന തിരിച്ചറിവിലും ആത്മവിശ്വാസത്തിലുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവച്ചത്. അരുവിക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ചൂണ്ടുപലകയാണ്. സമാനതയില്ലാത്ത നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അരുവിക്കരയിലെ ജനവിധി LDFന് അനുകൂലമാക്കുമെന്ന വിശ്വാസം അദ്ദേഹം പീപ്പിൾ ടിവിയോട് പങ്കുവച്ചു. നിയോഗം എന്ന് പറയുന്നത് തന്നെ ശരി, ആ വാക്ക് തന്നെയാണ് അതിന് ഉചിതമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഒരു നിയോഗമാണ്, ഒരു രാഷ്ട്രീയ നിയോഗം, ഒരു ചരിത്ര നിയോഗം എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. കാരണം കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി ചിന്തിക്കുമ്പോൾ ഒരു മാറ്റം വേണമെന്നാണ് ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത്. G. കാർത്തികേയന്റെ മകൻ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ: സഹതാപം സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയമാകുമോ എന്ന രാഷ്ട്രീയ ഒരു മുതൽക്കൂട്ട് അതാണല്ലോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ആവില്ല. അപ്പോൾ ആ സഹതാപമാണ് രാഷ്ട്രീയമെന്ന് ഉള്ള ഒരു മിഥ്യാധാരണയിൽ UDF പെട്ടാൽ എന്താ ചെയ്യുക? അവരുടെ രാഷ്ട്രീയം എവിടെ പോയി? അവരുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ്. രാഷ്ട്രീയമായിട്ട് വാസ്തവത്തിൽ അരുവിക്കര നിയോജക മണ്ഡലത്തിൽ UDF 100% പരാജയപ്പെട്ടു എന്നല്ലേ ഇതിനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടത്? ഏതൊരു തെരഞ്ഞെടുപ്പിന്റെയും വിധി നിർണ്ണയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയം തന്നെയാണ്. അത്തരത്തിൽ നിലവിലെ അഴിമതി ഭരണത്തിനെതിരായ വിധിയെഴുത്തു തന്നെയാകും അരുവിക്കരയിലേതെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് LDF ക്യാമ്പും M. വിജയകുമാറും. ന്യൂസ് ഡെസ്ക്. ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമെന്നാണ് അരുവിക്കര മണ്ഡലത്തിലെ വോട്ടർമാരുടെ പൊതുവികാരം. G. കാർത്തികേയന്റെ ഭാര്യ സുലേഖ മത്സരിക്കുമെന്നായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. സുലേഖ മത്സരിക്കാൻ സന്നദ്ധയാവാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും മത്സരിക്കാനിറങ്ങാത്തതിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് അനുഭാവികളും ഭാരവാഹികളും നിരാശയിലാണ്. ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമെന്നാണ് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആദ്യ പ്രതികരണം. UDFന്റെ ഔദ്യോഗിക ഭാരവാഹികളും അനുഭാവികളും ഇങ്ങനെ പ്രതികരിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ വോട്ട് ചെയ്യും, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. പക്ഷേ വിജയകുമാർ സാറിനോടൊന്നും പൊരുതാൻ പറ്റിയ ഒരാളല്ല. അങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് ടീച്ചറായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവർക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ സീനിയറായിട്ടുള്ള നേതാക്കളെ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് കാർത്തിക സാറിൻ്റെ ഇമേജ് നഷ്ടപ്പെടുത്താനാണ് ആ ഫാമിലിയെ ചെന്ന് കണ്ട് കാലി പിടിച്ച് ഇങ്ങനൊരു സ്ഥാനാർത്ഥി ഉണ്ടാക്കിയത്. ഡോക്ടർ MT സുലേഖ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുമെന്നായിരുന്നു പൊതുപ്രതീക്ഷ. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരും ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിക്കുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പ് മറികടക്കലായിരിക്കും UDF സ്ഥാനാർത്ഥിയുടെ ആദ്യ കടമ്പ. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. G. കാർത്തികേയന്റെ ഭാര്യ MT സുലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPIM പരാതി നൽകി. സുലേഖ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്നാരോപിച്ചാണ് പരാതി നൽകിയത്. സാഫ് ഗെയിംസ് കേരളത്തിൽ നിന്നും മാറ്റി. മേഘാലയ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലായി സാഫ് ഗെയിംസ് നടക്കും. വിശദാംശങ്ങളുമായി M. സന്തോഷ് ചേരുന്നു. സന്തോഷ്, കേരളത്തിനേറ്റൊരു തിരിച്ചടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനം എപ്പോഴായിരിക്കും വരിക? വിവരങ്ങൾ. മേഘ സാഫ് ഗെയിംസിന് ആതിഥ്യം അരുളാനുള്ള കേരളത്തിന്റെ താല്പര്യങ്ങൾക്കുള്ള തിരിച്ചടിയായി തന്നെ ഇതിനെ കാണേണ്ടി വരും. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈ വർഷത്തെ സാഫ് ഗെയിംസ് ആസാമിലും മേഘാലയയിലുമായി നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനം 2 ദിവസത്തിനകം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ കൂടിയും ആസാം, മേഘാലയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഈ കാര്യം ഇപ്പോൾ തന്നെ അനൌദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കേരളത്തിലും അനൌദ്യോഗികമായി ഈ വിവരം കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആസാംകാരനായ കേന്ദ്ര കായിക മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ കടുംപിടുത്തമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനെ നയിച്ചത്. നേരത്തെ കേരളത്തിൽ സാഫ് ഗെയിംസ് നടത്താനുള്ള ഒരു സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം അന്വേഷിച്ചുകൊണ്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാനത്തോട് അഭിപ്രായം ചോദിക്കുകയും ചെയ്തിരുന്നു. സാഫ് ഗെയിംസ് നടത്തിപ്പിന് ആസാം ആദ്യം മുതൽക്ക് തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എങ്കിൽ കൂടിയും ചില സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടാണ് ആസാമിൽ നിന്നും ഗെയിംസ് കേരളത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഏതായാലും ആസാമിലെ സ്റ്റേഡിയങ്ങളുടെ പുനരുദ്ധാരണവും അറ്റകുറ്റപ്പണികൾക്കുമുള്ള ഫണ്ട് സംബന്ധിച്ച തർക്കം പരിഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കേന്ദ്ര കായിക മന്ത്രാലയം ആസാമിന് ധനസഹായം നൽകും എന്നുള്ള ഒരു വിവരവും ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും ആസാം, മേഘാലയ സംസ്ഥാനങ്ങളിലേക്കായി സാഫ് ഗെയിംസ് മാറ്റാനുള്ള തീരുമാനമുണ്ടായത്. മേഘ, സാഫ് ഗെയിംസ് കേരളത്തിൽ നിന്നും മാറ്റി ആസാം, മേഘാലയ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടായിരിക്കും സാഫ് ഗെയിംസ് നടക്കുക. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകിയത്.
സംസ്ഥാനത്തെ പുതിയ ഡിജിപിയായി ടി.പി. സെൻകുമാർ ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് സ്ഥാനമേറ്റത്. നീതിക്കും നിയമവ്യവസ്ഥയ്ക്കും അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം സെൻകുമാർ പറഞ്ഞു. ജനമൈത്രി പോലീസിനും റോഡ് സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുമെന്ന പ്രഖ്യാപനത്തോടെ സംസ്ഥാന പോലീസിന് ഊർജ്ജം പകരാൻ പുതിയ ഡിജിപിയായി ടി.പി. സെൻകുമാർ IPS ചുമതലയേറ്റു. പോലീസ് ആസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ധീരസ്മൃതിഭൂമിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചതിനു ശേഷമാണ് സെൻകുമാർ ഓഫീസിലെത്തി ഔദ്യോഗികമായി സ്ഥാനമേറ്റത്. നീതിക്കും നിയമത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട രീതിയിൽ സംരക്ഷണം ഉറപ്പാക്കുമെന്നും DGP സെൻകുമാർ പറഞ്ഞു. മയക്കുമരുന്ന്, റോഡ് സുരക്ഷ, ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട ക്രിമിനൽ ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ ശക്തമായ ഇടപെടലുണ്ടാകുമെന്ന് സെൻകുമാർ വ്യക്തമാക്കി. ഏതായാലും ഈ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടുണ്ട്. ഒന്ന്, ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത്, നമ്മളിപ്പോൾ ജനപ്രതിനിധികളെ കേട്ടേ പറ്റുള്ളൂ. പക്ഷെ എടുക്കുന്ന തീരുമാനം നിയമത്തിനും നീതിക്കും അനുസരിച്ചായിരിക്കും. നീതിപൂർവമായിട്ട് ഗുഡ് ഫെയ്ത്തിൽ കാര്യം ചെയ്യുന്നവർക്ക് എന്നാൽ കഴിയുന്ന എല്ലാവിധ സംരക്ഷണം കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. നീതിപൂർവമായിരിക്കണം. DGP സ്ഥാനത്തു നിന്നും വിരമിച്ച KS ബാലസുബ്രഹ്മണ്യന് ഔപചാരികമായി യാത്രയയപ്പ് നൽകി. ജയിൽ DGPയായി 1.5 വർഷത്തോളം സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള DGPയായി സെൻകുമാർ അധികാരമേൽക്കുന്നത്. നിർണായകമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ DGP കസേരയിൽ സെൻകുമാറിന്റെ ഉത്തരവാദിത്വം ഏറുകയാണ്. VG മിനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ വൻ വിജയമാണെന്ന കേന്ദ്ര സർക്കാർ വാദം പൊളിയുന്നു. അമേരിക്കൻ സന്ദർശന വേളയിൽ ഒരു ധാരണാപത്രത്തിൽ പോലും പ്രധാനമന്ത്രി ഒപ്പുവെച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത്. 4 ദിവസത്തെ സന്ദർശനത്തിന് 9 കോടി രൂപ ചെലവായതായും വിവരാവകാശ രേഖയിൽ ഉണ്ട്. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദി നടത്തിയ അമേരിക്കൻ സന്ദർശനം വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇന്ത്യയും അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിന് കരുത്തു പകരുന്നതാണ് സന്ദർശനമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും BJP നേതാക്കളുടെയും വാദം. എന്നാൽ മോഡിയുടെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഒരു തരത്തിലുള്ള ധാരണാപത്രത്തിലോ കരാറിലോ ഒപ്പുവച്ചിട്ടില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയ സംയുക്ത പ്രസ്താവനയും ദർശനരേഖയും മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് 6 മാസം പിന്നിട്ടിട്ടും ദർശനരേഖയിൽ പറയുന്ന രാഷ്ട്രീയ സാമ്പത്തിക സഹകരണത്തിൽ ഒരു പുരോഗതിയും നേടാൻ കഴിഞ്ഞിട്ടുമില്ല. വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയും മാഡിസൺ സ്ക്വയറിൽ നടത്തിയ പ്രസംഗവുമല്ലാതെ ഇന്ത്യക്ക് ഗുണകരമായ ഒരു കാര്യവും US സന്ദർശന വേളയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സന്ദർശനത്തിന് ചിലവായ തുകയെ സംബന്ധിച്ചും അവ്യക്തമായ കണക്കുകളാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകുന്നത്. ആദ്യം നൽകിയ മറുപടിയിൽ 5 കോടി ചെലവായതായി പറയുമ്പോൾ ഇന്ത്യൻ എംബസിയുടെ ചെലവ് കൂടി ചേർത്ത് രണ്ടാമത്തെ മറുപടിയിൽ 9 കോടിയാണ് കാണിച്ചിരിക്കുന്നത്. കോടികൾ മുടക്കി പ്രധാനമന്ത്രി നടത്തുന്ന വിദേശയാത്രകൾ ഫലപ്രദമല്ല എന്നാണ് അടുത്തിടെയായി പുറത്തുവരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വിമർശനങ്ങളും വിവാദങ്ങളും വകവയ്ക്കാതെ പ്രധാനമന്ത്രി യാത്ര തുടരുക തന്നെയാണ്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. ഉത്തരാഖണ്ഡിൽ 2013 ഉണ്ടായ പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഉദ്യോഗസ്ഥർ ദൂർത്തടിച്ചതായി പരാതി. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിവരാവകാശ രേഖയിലൂടെയാണ് അഴിമതിയുടെയും ദൂർത്തിന്റെയും വിവരം പുറത്തുവന്നത്. സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് BJPയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറും ആവശ്യപ്പെട്ടു. പ്രളയത്തിൽ ഉത്തരാഖണ്ഡിൽ 3000-ലധികം ആളുകളാണ് മരിച്ചത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ദ്രുതഗതിയിൽ എങ്ങനെ വികസനം കൈവരിക്കാമെന്ന് ജപ്പാന്റെ അനുഭവങ്ങൾ പാഠമാക്കണമെന്ന് ദേശീയ ഇൻസ്പയർ പുരസ്കാര ജേതാവ് വിഷ്ണുപ്രിയ. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ശാസ്ത്ര ഗവേഷക പ്രതിഭകൾക്ക് നൽകുന്ന ഇൻസ്പയർ അവാർഡിന് 2014 ദക്ഷിണേന്ത്യയിൽ നിന്ന് അർഹയായത് കാഞ്ഞങ്ങാട് ബല്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥിനിയായ വിഷ്ണുപ്രിയ മാത്രമാണ്. 2010 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ജപ്പാൻ ശാസ്ത്രജ്ഞൻ ഹിദേക്കി ഷിറാക്കുവയ്ക്കൊപ്പം ശാസ്ത്രവൈജ്ഞാന മേഖലയിലെ വിഷയങ്ങളിൽ ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചത് മഹാഭാഗ്യമായി കരുതുകയാണ്. കാസർഗോഡ് അമ്പലത്തറ എതിർക്കയ ഗ്രാമത്തിലെ വിഷ്ണുപ്രിയ. ഒരാഴ്ച നീണ്ടുനിന്നതായിരുന്നു ജപ്പാൻ സന്ദർശനം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ ഇന്ത്യ മാതൃകയാക്കേണ്ടതുണ്ടെന്നാണ് വിഷ്ണുപ്രിയയുടെ അഭിപ്രായം. ജപ്പാൻ ദുരന്തങ്ങളെല്ലാം എത്ര വന്നാലും അതിൽ നിന്നെല്ലാം ഒരു ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ശരിക്കും അവരെ ബഹുമാനിക്കേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളും ഒരു യാത്രയിൽ ഓരോ നിമിഷത്തിലും നമ്മൾ അവരിൽ നിന്ന് പലതും പഠിക്കേണ്ടതുണ്ട്. മറ്റ് 28 വിദ്യാർത്ഥികൾക്കൊപ്പമാണ് വിഷ്ണുപ്രിയ ജപ്പാൻ സന്ദർശിച്ചത്. ഗണിതശാസ്ത്രത്തിലാണ് വിഷ്ണുപ്രിയയുടെ മികവ്.
സമബഹുഭുജങ്ങളുടെ വിസ്തൃതി കണക്കാക്കുന്നതിന് പുതിയ സമവാക്യം അവതരിപ്പിച്ചതിനെ തുടർന്നാണ് ആയിരക്കണക്കിന് മത്സരാർത്ഥികളിൽ നിന്ന് വിഷ്ണുപ്രിയ ജേതാവായത്. ശ്രദ്ധേയമായ ഇൻസ്പയർ ദേശീയ പുരസ്കാരം നേടിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സർക്കാരും അർഹിക്കുന്ന പരിഗണനയോ പ്രോത്സാഹനമോ നൽകിയില്ലെന്ന് വിഷ്ണുപ്രിയയ്ക്ക് പരാതിയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം മുഖ്യമന്ത്രി പോലും കുട്ടികളുടെ വീട്ടിൽ ചെന്ന് കാണുകയും അവരെ അഭിനന്ദിക്കുകയും അവർ നേരിട്ട് ഡൽഹിയിൽ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്നുണ്ട്. എഴുത്തുകാരിയും പാട്ടുകാരിയും ചിത്രകാരിയുമായ വിഷ്ണുപ്രിയയുടെ ജീവിത ലക്ഷ്യം സിവിൽ സർവീസാണ്. അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപിക പി വത്സലയുടെയും ഗൾഫിൽ ജീവനക്കാരനായിരുന്ന വി ബാലകൃഷ്ണന്റെയും ഏകമകളാണ് വിഷ്ണുപ്രിയ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.